Hi students, welcome to Exam Learning. So physics in the case എടുത്താലേ നമ്മൾ ഓൾമോസ്റ്റ് അപ്പ് ആണ്. ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ടോപ്പിക്സേ ഉള്ളൂ. അത് ഒന്ന് ഇലക്ട്രിസിറ്റി ആണ്, ഒന്ന് ഹീറ്റ് എനർജി ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ വെൽ യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രിസിറ്റി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈദ്യുതി എന്നൊക്കെ മലയാളം എടുത്തിലുള്ളവർക്ക് ചാപ്റ്ററിന്റെ പേരായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഓക്കെ, ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഒന്ന് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ അത് രണ്ടും രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആണ്. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടിനെയും ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്യും. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും അതിന്റെ ക്വസ്റ്റ്യൻസും ആണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കോമ്പ് എടുക്കാം. ഓക്കെ, ജസ്റ്റ് കോമ്പ് ചെയ്തിട്ട് ചെറിയ പേപ്പർ കഷ്ണത്തിൻ്റെ നിങ്ങളെ കോമ്പ് വെച്ച് നോക്കിയാൽ ആ പേപ്പർ കഷ്ണം കോമ്പിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ വേറൊരു എക്സ്പെരിമെൻ്റ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് പെൻസിലോ പെന്നോ ജസ്റ്റ് മെല്ലെ ഒന്ന് നിങ്ങളെ തലയിലൊന്ന് തടവിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെറിയ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുപോക്കിയാൽ നിങ്ങൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പേപ്പർ അട്രാക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ചെറിയ പേപ്പർ കഷ്ണങ്ങളാവണേ. ഓക്കെ, സോ അട്രാക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഉണ്ടാവുന്നത് നിങ്ങൾ ജസ്റ്റ് മെല്ലെ ഇവിടെ ഇങ്ങനെ തടവുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് കോമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കും. ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്ന എങ്ങനെയാടാ? നമുക്കറിയാം, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ബോർ മോഡൽ ഓഫ് ആറ്റം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇലക്ട്രോൺ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഷെല്ലിലെ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ മെല്ലെ ഇവിടെ ഇങ്ങനെ തടവുമ്പോൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കും. നമുക്കറിയാം, ഷെല്ലില് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ ഇലക്ട്രോൺസ് ആണ്. സോ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ്? പ്രോട്ടോൺസ് അല്ല, ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, സോ മെല്ലെ നിങ്ങൾ തടവുമ്പോൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കും. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉള്ളത്. സോ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ? സോ നിങ്ങൾ ന്യൂട്രലാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ന്യൂട്രലാണെന്ന്, അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജും ഈക്വൽ നമ്പറാണ്. ഓക്കെ, നിങ്ങൾക്ക് 10 പോസിറ്റീവ് ഉണ്ട്, 10 നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 2 നെഗറ്റീവ് ചാർജ് കൊടുത്താൽ നിങ്ങൾക്ക് 8 നെഗറ്റീവ് ചാർജസും 10 പോസിറ്റീവ് ചാർജും ആയി. സോ നിങ്ങൾ നെറ്റിൽ അല്ലെങ്കിൽ ഫലത്തിൽ നിങ്ങളിലേക്ക് ഉള്ളത് ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നിങ്ങളേക്കിൽ എന്തുണ്ട്? ഒരു 5 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 5 നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ യു ആർ ന്യൂട്രൽ. ഓക്കെ, സോ നിങ്ങൾ 2 നെഗറ്റീവ് ചാർജിന് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നമുക്കറിയാം ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഷെല്ലിലുള്ള ആൾക്കാരാണ്. മറ്റു ആൾക്കാർ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അയാളെ അങ്ങനെ ട്രാൻസ്ഫർ നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കും. ഇവിടെ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് 2 ലൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ. സോ നമുക്ക് 2 നെഗറ്റീവ് ചാർജസ് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായി. ഓക്കെ, ഇനി ഈ 2 നെഗറ്റീവ് ചാർജ് കിട്ടിയ ആൾക്കാരോ അവര് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇത് റിസീവ് ചെയ്ത ആൾക്കാർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. നെഗറ്റീവ് ചാർജ് ലോസ് ചെയ്ത ആൾക്കാരെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ, സോ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് മെല്ലെ റബ്ബ് ചെയ്താൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു വിചാരിച്ചോ. നിങ്ങളെ പെന്നിൽ നിന്ന് ഹെയറിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നേ. സോ നിങ്ങളെ പെന്നിന്റെ ചാർജ് ഇപ്പം എന്തായി? പോസിറ്റീവായി. ഓക്കെ, നിങ്ങളെ പെന്നിന്റെ ചാർജ് പോസിറ്റീവായി, അല്ലെങ്കിൽ നിങ്ങളെ പെൻസിലിന്റെ ചാർജ് പോസിറ്റീവായി. ഇത് നിങ്ങൾ മെല്ലെ നിങ്ങളെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയ നിങ്ങളെ പേപ്പർ കഷ്ണത്തിന് അടുത്ത് കൊണ്ടുപോയി വെക്കണേ. സോ പേപ്പർ കഷ്ണത്തിന്റെ അടുത്തിൽ പേപ്പറിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ പേപ്പറിലെ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ പോസിറ്റീവിന്റെ അടുത്ത് വന്ന് നിൽക്കും, പോസിറ്റീവ് ചാർജ് എല്ലാം ഇങ്ങനെ വിട്ടു നിൽക്കും. നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. ഓക്കെ, സോ നമ്മളെ കയ്യിൽ മെല്ലെ തടവിയപ്പോൾ എന്തുണ്ടായി? ഇതിൽ നിന്ന് ഇലക്ട്രോണ് ലൂസ് ചെയ്തു തലയിലോട്ട്. സോ ഇയാൾക്ക് പോസിറ്റീവ് ചാർജായി. നമ്മൾ അയാളെ കടലാസിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ കടലാസിലെ നെഗറ്റീവ് ചാർജസ് എല്ലാം നമ്മളെ കോമ്പിന്റെ അല്ലെങ്കിൽ പെൻസിലിന്റെ അടുത്തോട്ട് വന്ന് നിന്നേ. ഓക്കെ, സോ ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന അട്രാക്ഷൻ. സോ അത് എന്തുകൊണ്ടാണ് നടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾ യൂട്യൂബിലൊക്കെ തപ്പിയാൽ ഒരു വീഡിയോ കിട്ടും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വിത്ത് ബലൂൺ ആൻഡ് വാട്ടർ എന്നൊക്കെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ. ഓക്കെ, ഒരു ബലൂൺ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഒരു ബലൂൺ എടുക്കുക, വീർപ്പിക്കുക, ജസ്റ്റ് ഒന്ന് നിങ്ങളെ ടീഷർട്ടിലോ ഷർട്ടിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, സോ ഇത് ചാർജ്ഡായി. പോസിറ്റീവോ നെഗറ്റീവോ ചാർജോ നമുക്കറിയില്ല. ചാർജ്ഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ഈ വാട്ടർ
ടേപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ഈ വാട്ടറെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ പാത്തിലൊരു എന്താണ് ഡീവിയേഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. സോ ഇതിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കിട്ടുന്നതെന്നൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനൊരു ടേബിൾ എല്ലാം ഉണ്ട്. ഓക്കെ, സോ നമ്മളെല്ലാം പഠിക്കൽ പോസിബിൾ അല്ല. അതായത് രണ്ട് മെറ്റീരിയൽസ് പരസ്പരം ഉരസിയാലേ അല്ലെങ്കിൽ പരസ്പരം റബ്ബ് ചെയ്താലേ ഏതിന് പോസിറ്റീവ് ഏതിന് നെഗറ്റീവ്. ഓക്കെ, ആരാണ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത് അവർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആരാണോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. സോ അത് ആരാണെന്ന് അറിയണമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, സോ അത് യൂണിവേഴ്സിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. സോ എല്ലാത്തിൻ്റെയും എന്താണ് നമുക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. സോ നിങ്ങൾ ഒന്ന് രണ്ട് മെറ്റീരിയൽസ് പഠിച്ചു പോകാം. ഒന്ന് ഞാൻ പറയും ഗ്ലാസും സിൽക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഗ്ലാസും സിൽക്കും പരസ്പരം റബ്ബ് ചെയ്താൽ ആർക്ക് പോസിറ്റീവ് ചാർജ് ആവാം? ഗ്ലാസിന് പോസിറ്റീവ്ലി ചാർജ് ആവും. ഓക്കെ, സിൽക്കിന് നെഗറ്റീവ് ചാർജ് ആവും. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾ പഠിച്ചു നോക്കുക. കാരണം ഗ്ലാസ് ലൂസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഗ്ലാസ് ലൂസ് ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. ഇത് പോയാൽ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടും. സിൽക്ക് ഗെയിൻ ഇലക്ട്രോൺസ്. ഓക്കെ, സോ സിൽക്കിന് എന്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സിൽക്കിന് നെഗറ്റീവ് കിട്ടിയാൽ ഇയാൾ നെഗറ്റീവ് ആവും. ഓക്കെ, സോ ഈ രണ്ട് പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകാൻ പറ്റില്ല, പക്ഷേ ഈ പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഗ്ലാസും സിൽക്കും പരസ്പരം റബ്ബ് ചെയ്താൽ ഗ്ലാസിന് പോസിറ്റീവ് സിൽക്കിന് നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻസിലോട്ട് പോയേക്കാം. നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഷീറ്റ് ഹാവ്. നെഗറ്റീവ് ചാർജ് ഉള്ള ലോഹ തകടിൽ ഞാൻ പറഞ്ഞു എക്സസ് ഓഫ് ഇലക്ട്രോൺസിന് നമ്പർ കൂടുന്നാണ് നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാൻ കാരണം. ഓക്കെ, അവിടെ നമ്മൾ പ്രോട്ടോൺസിന്റെ കാര്യം ആലോചിക്കേണ്ട. കാരണം പ്രോട്ടോൺസ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. സോ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് ഇവിടെ ഇതെല്ലാം നടക്കാൻ കാരണം, ചാർജ്ഡ് ആവാൻ കാരണം. ഓക്കെ, എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാൻ കാരണം. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്നെങ്കിലോ നിങ്ങൾ പറയാം ലോസിങ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ കുറവ് മലയാളത്തിൽ വിളിക്കും. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോണിന്റെ ടേംസിലാണ് പറയാം. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺ കുറയുന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺ കൂടുന്നത്. ക്ലിയർ? യെസ്. ഇനി അവിടെ നോക്ക്. ഇനി നമുക്ക് ഈ ചാർജിങ്, നമ്മളിപ്പോൾ ചാർജ് ഉണ്ടാക്കി ചാർജ്ഡ് ആക്കി ആൾക്കാരെ അല്ലേ. ഇപ്പോൾ ഞാൻ പെൻസിൽ അല്ലെങ്കിൽ പെൻ പിടിച്ചിട്ട് തലയിൽ ഒന്ന് ഉരസിപ്പോൾ ഇത് ചാർജ്ഡ് ആയി. ഓക്കെ, ഈ ചാർജിങ് ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ എന്താ ഉണ്ടായി? ഇവിടെ ശരിക്കും ഒരു കോണ്ടാക്ട് നടന്നു. ഓക്കെ, നമ്മൾ ഈ മെത്തേഡ് വഴി, ഇപ്പോൾ നടത്തിയ മെത്തേഡ് വഴി ചാർജ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ പറയും ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, അതായത് ഞാനിവിടെ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ ഉണ്ട്, ആക്ച്വലി ഇവിടെ കോണ്ടാക്ട് ഉണ്ട് എൻ്റെ ഹെയറുമായിട്ട്. എന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. മറന്നുപോയത്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. ചാർജിങ് ബൈ കണ്ടക്ഷൻ. കൂടാതെ എന്തുണ്ട്? ആക്ച്വൽ ടച്ച് ഉണ്ട് ഇവിടെ, ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്. ആക്ച്വൽ കോണ്ടാക്ട് ഇസ് ദർ. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് ഓഫ് ചാർജിങ് ഉണ്ട്. അതിന് നമ്മൾ പറയും ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, അതാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ എന്തില്ല? ആക്ച്വൽ കോണ്ടാക്ട് ഇല്ല. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതൊരു സ്ഫിയറിന്റെ അടുത്ത് വെച്ച്, ഓക്കെ, ഒരു മെറ്റൽ സ്ഫിയർ. ആ മെറ്റൽ സ്ഫിയറിൽ പോസിറ്റീവിന് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അത് ചാർജ് സെപ്പറേഷൻ അവിടെ നടക്കുന്നത്. ഇയാൾക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിന് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ നെഗറ്റീവിന്റെ അടുത്തോട്ട് വന്നോട്ടിരിക്കും. ബാക്കി നെഗറ്റീവ്സ് എല്ലാം മറ്റേ സൈഡിലോട്ട് പോകും. ഓക്കെ, സോ ഇവിടെ ചാർജിന്റെ സെപ്പറേഷൻ ആണ് നടക്കുന്നത്, സെപ്പറേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ആക്ച്വലി ഇവിടെ എന്ത് നടക്കുന്നില്ല? ചാർജ് ട്രാൻസ്ഫർ ആവുന്നില്ല. ഓക്കെ, മറന്നു വരുത്. സോ ഇതെന്താ സംഭവം? ചാർജിങ്ങിന്റെ മെത്തേഡ്സ് ആണ്. ഓക്കെ, നമുക്ക് ഒരാളെ ചാർജ് ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്ന് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ബൈ ആക്ച്വൽ കോണ്ടാക്ട്. നമ്മളിവിടെ തലയിൽ ഇങ്ങനെ ഒരസുമ്പോൾ ആക്ച്വൽ കോണ്ടാക്ട് ഉണ്ട്. ഇനി മറ്റേത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതേതാ? നമ്മൾ ഈ ചാർജഡ് ആയ വസ്തുവിനെ നമ്മൾ നേരത്തെ ഒരു പേപ്പറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചില്ലേ? അപ്പോൾ ആ പേപ്പർ ചാർജഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നമ്മളവിടെ ആക്ച്വൽ കോണ്ടാക്ട് കൊടുക്കുന്നില്ല, അത് പിന്നെ അട്രാക്ട് ചെയ്തിട്ടാണ് കോണ്ടാക്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. മറന്നു വരുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഇല്ല. ഇവിടെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നില്ല. അവിടെ ചാർജ് സെപ്പറേഷൻ ആണ്. ഓക്കെ, ചാർജ് സെപ്പറേഷൻ ആണ്. ക്ലിയർ ആണ്? ഈസിയാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കാളെ, എർത്ത് ആസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നതാണ്. അവിടെ നമ്മളെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു മെറ്റൽ സ്ഫിയർ എടുത്ത്
പോസിറ്റീവ്ലി ചാർജുള്ള മെറ്റൽ സ്ഫിയർ എടുത്ത് നെഗറ്റീവ് ചാർജുള്ള മെറ്റൽ സ്ഫിയർ എടുത്ത് രണ്ടും എർത്ത് ആയിട്ട് കണക്ട് ചെയ്ത് ഇത് എർത്തിങ്ങിന്റെ എന്താണ് സൈനാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ഇത് എർത്ത് ചെയ്തു അർത്ഥം. എർത്തിലോട്ട് കണക്ട് ചെയ്ത് എന്താണ് ഉണ്ടാവുക? എർത്ത് ആസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എർത്ത് ഒരു ഇലക്ട്രോൺ ബാങ്ക്. എന്താണ് ബാങ്ക്? ബാങ്ക് എന്ന് പറഞ്ഞാൽ പൈസ എത്ര വേണമെങ്കിൽ സ്വീകരിക്കാം, എത്ര വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ എർത്ത് ഇലക്ട്രോണിന്റെ ബാങ്കാ. എർത്തിന് എത്ര ഇലക്ട്രോൺ വേണമെങ്കിൽ വാങ്ങാം, എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും കൊടുക്കാം. സോ പോസിറ്റീവ്ലി ചാർജ് ഉള്ള ഒരു മെറ്റൽ സ്ഫിയറെ നമ്മൾ എർത്ത് ആയിട്ട് കണക്ട് ചെയ്താൽ എർത്ത് എന്ത് ചെയ്യും? എർത്ത് നെഗറ്റീവ് കൊടുക്കും, ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കും. ഇലക്ട്രോൺ ഇയാൾക്ക് ഫുൾ പോസിറ്റീവ് ചാർജസ് ആണ്, നീ കുറച്ച് നെഗറ്റീവ് ചാർജ് എടുത്തോ, ഇലക്ട്രോൺ എന്തെങ്കിലും ഇഷ്ടം പോലെ ഇലക്ട്രോൺ ഉണ്ട്, നീ കുറച്ച് നെഗറ്റീവ് ചാർജസ് എടുത്തോ എന്ന് പറയും. അങ്ങനെ മറിച്ച് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളെ കൊടുത്താലോ അത് ഇലക്ട്രോൺ ഇങ്ങോട്ട് സ്വീകരിക്കും. ഓക്കെ, നിന്റെ കയ്യിൽ കുറേ എന്നില്ല ഇലക്ട്രോൺ ഇല്ലേ, അപ്പോൾ കുറച്ച് എനിക്ക് താ, ഓക്കെ, എനിക്ക് എത്ര വേണമെങ്കിൽ സ്വീകരിക്കാന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. നെഗറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ സ്ഫിയറെ എർത്തായിട്ട് കണക്ട് ചെയ്താൽ അത് ഇലക്ട്രോണ് എർത്തിലോട്ട് പോകും. പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ സ്ഫിയറെ എർത്തായിട്ട് കണക്ട് ചെയ്താൽ ഇലക്ട്രോണ് സ്ഫിയറിലോട്ട് ഉള്ളിലോട്ട് പോകും. ഓക്കെ, എർത്ത് ആസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. ഓക്കെ, സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ എർത്ത് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. എർത്തിന് എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും സ്വീകരിക്കാം, എർത്ത് എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും കൊടുക്കാമെന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഇലക്ട്രോസ്കോപ്പിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്തുണ്ടാവും? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസുലേറ്റർ പ്ലഗ് അല്ലെങ്കിൽ എന്തുണ്ട് ഒരു കോർക്ക് ഉണ്ട്, അത് ചാർജിന്റെ ഫ്ലോ തടയാൻ വേണ്ടിയാണ്. സോ ഇവിടെ ഒരു മെറ്റൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു എന്ത് പോകുന്നുണ്ട്, ഒരു മെറ്റൽ വയർ, ഓക്കെ, മെറ്റൽ കണ്ടക്ടർ താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ 2 ലീവ്സ് ഉണ്ടാവും. ഓക്കെ, അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തേ, നമുക്ക് ചാർജ് ഉണ്ടാകുന്ന അറിയണം, ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടാകുന്ന അറിയണം. നമ്മൾ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ്ലി ചാർജുള്ള ഒരാൾ ഇവിടെ കൊണ്ടുപോയി വെച്ച്, ഓക്കെ, പോസിറ്റീവ്ലി ചാർജുള്ള ഒരാളാണ്, ഓക്കെ, കൊണ്ടുപോയി വെച്ച് നെഗറ്റീവ് ചാർജുള്ള കാര്യം ഞാൻ വേറെ പറയും. ഓക്കെ, നമുക്കറിയാം ചാർജിങ് ബൈ ഇൻഡക്ഷൻ വഴി എന്തുണ്ടാവും, മൊത്തം നെഗറ്റീവ് ചാർജസും ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജസ് ഇവിടെയുള്ള ഈ മെറ്റലിലുള്ള നെഗറ്റീവ് ചാർജസ് മൊത്തം ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ ബാക്കി പോസിറ്റീവ് ചാർജസോ, പോസിറ്റീവ് ചാർജസ് ഒക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ ഇവിടെ മൊത്തം പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. സോ ഇതിന്റെ ടിപ്പിൽ 2 ലീഫ് ഉണ്ട്, ആ ലീഫിനും പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, പോസിറ്റീവും റിപ്പൽ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ ഒരു ചാർജുള്ള മെറ്റീരിയൽ ഇവിടെ വെച്ചാൽ, പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയൽ ഇവിടെ വെച്ചാൽ ഇതിന്റെ ഈ മെറ്റൽ എന്താണ് സ്ഫിയറിൽ അല്ലെങ്കിൽ ഡിസ്കിൽ എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ലീഫിനും പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവും റിപ്പൽ ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് റിപ്പൽ ചെയ്യുമ്പോൾ പറയാം ചാർജ് ഉള്ള ഒരാളെയാണ് നിങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ഇനി ചാർജ് ഇല്ലാത്ത ഒരാളെ കൊടുന്ന് വെച്ചാലോ, ഓക്കെ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളെ കൊടുന്ന് വെച്ച്, പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ടുള്ള ഒരാളെ കൊടുന്ന് വെച്ച്, അപ്പൊ എന്തുണ്ടാവില്ല, അവിടെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യില്ല ആൻഡ് ലീഫുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവില്ല. സോ ലീഫുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് എന്താണ്, ചാർജർ മെറ്റീരിയൽ ആണ് നിങ്ങൾ കൊടുന്ന് വെച്ചിട്ടുള്ളത്. റിപ്പൽഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറയും ചാർജർ മെറ്റീരിയൽ അല്ല. ഓക്കെ, ഇനി നെഗറ്റീവ് ആണെന്നെങ്കിൽ അതുപോലെ തന്നെ, നെഗറ്റീവ് ആണെന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇൻഡ്യൂസ് ചെയ്യും, ഈ ഇവിടെ ഈ ലീഫിൽ എന്തുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ ഏത് ചാർജാണോ കൊണ്ടു വെച്ചത് ആ ചാർജ് ആയിരിക്കും ലീഫിൽ ഉണ്ടാവുക. സോ സെയിം ചാർജസ് റിപ്പൽ, പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, ആ നിങ്ങൾ കൊണ്ടു വെച്ച ചാർജ് ലീഫിൽ ഇൻഡ്യൂസ് ചെയ്യും, സ്വാഭാവികമായിട്ടും സെയിം ചാർജസ് റിപ്പൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്ക്, ക്വസ്റ്റ്യൻ ചെയ്യാം. And aluminum foils are placed inside an electroscope as shown. The outer and inner sides of the aluminum foils are marked as B and C respectively. If the leaves of the electroscope contains positive charges, the charges on the portions marked A, B and C will be. Okay, മലയാളം മീഡിയത്തിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്തുണ്ട്, ഒരു ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഇലക്ട്രോസ്കോപ്പിന്റെ ഈ ഒരു മെറ്റലിൽ ഇൻഡ്യൂസ് ചെയ്ത ചാർജ് ഏതാ നമുക്കറിയില്ല, അതാ കാണാനുള്ളത്. ഓക്കെ, പക്ഷേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് ലീഫിൽ ഇൻഡ്യൂസ് ചെയ്ത ചാർജ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ട്ലി പറയാം എ ഉണ്ടാവുക പോസിറ്റീവ് ആണ്, കാരണം ലീഫിലുള്ള ചാർജ് തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ, നമ്മൾ ഇവിടെ ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ ഈ ടിപ്പിൽ നെഗറ്റീവ് ചാർജസ് വരും, ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം പോസിറ്റീവ് ആയിരിക്കും. സോ എ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, പക്ഷെ അത് മാത്രം പോരാ, ഇവിടെ പോസിറ്റീവ് ആണ്. വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു മെറ്റൽ ഷീറ്റ് നമ്മൾ ഈ ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ മെറ്റൽ ഷീറ്റ് ഈ ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ വെച്ചാൽ ഇതിന്റെ ഈ മെറ്റൽ ഷീറ്റ് ഈ സൈഡിൽ എന്തുണ്ടാവും, ഇവിടെ പോസിറ്റീവ് ആണ്, ഈ സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, സോ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട നെഗറ്റീവ് മൊത്തം ഇവിടെ കൊടുന്ന് നിൽക്കും, പോസിറ്റീവ് മൊത്തം ഈ സൈഡിൽ നിൽക്കും. സോ ബി മൊത്തം നെഗറ്റീവ് ആയിരിക്കും, സി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഏതാ, പോസിറ്റീവ് നെഗറ്റീവ്. ഓപ്ഷൻ 3, ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്, നമ്മളോട് പറഞ്ഞ ലീഫിൽ പോസിറ്റീവ് ചാർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ
അതിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റ് വെച്ചാൽ ബിയും സിയും അതിൻ്റെ ഇൻസൈഡ് സൈഡും സി അതിൻ്റെ ഔട്ടർ സൈഡുമാണ്. എ ഈ സ്ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ ചാർജാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി സി ചാർജസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ലീഫിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബി, ഓക്കെ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബിയിലെ മൊത്തം നെഗറ്റീവ് ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഈ സൈഡിലെ മൊത്തം അവിടെ നെഗറ്റീവ് വന്നാൽ ഇവിടെ പോസിറ്റീവ് ഉള്ളത്. ബാക്കി പിന്നെ എ നമുക്ക് സിമ്പിളായിട്ട് പറയാം പോസിറ്റീവാണ്. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ കുറച്ച് ഭീകര ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. വൈദ്യുത ചാർജ് സംഭരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, കപ്പാസിറ്ററുകൾ. ഓക്കെ, എങ്ങനെയാണ് കപ്പാസിറ്റർ റെപ്രസെന്റ് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ഡിവൈസ് ഒക്കെ എടുത്താൽ പൊളിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെ കപ്പാസിറ്റർ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിന്റെ റെപ്രസെന്റേഷൻ. വേറൊരാൾ നിങ്ങൾ കണ്ടിട്ടും ഇങ്ങനെ ഒരു ചെറിയ വരിയും ഒരു വലിയ വരിയാണെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററിയാണ്. ഓക്കെ, ദിസ് ഈസ് ബാറ്ററി. നിങ്ങൾ മുന്നേ ചിലപ്പോൾ USSനൊക്കെ പ്രിപ്പയർ ചെയ്താണെങ്കിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇങ്ങനെ ഫിസിക്സ് പഠിക്കുന്നിടത്തോളം കാലം എത്ര കാലമാണോ അത്രയും കാലം നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, കപ്പാസിറ്റർ ആണെങ്കിൽ സെയിം ലെങ്ത് ഉള്ള വരകളെ, ബാറ്ററി ആണെങ്കിൽ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്, ഒരു വലിയ വരയും ഒരു ചെറിയ വരയും. ഓക്കെ, ഇനി റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെസിസ്റ്റൻസ്, ഇതാണ് റെസിസ്റ്റൻസ്. ഇതിലൊരു വര വരച്ചാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആയി അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്നൊക്കെ പറയും. റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റിയ റിയോസ്റ്റാറ്റ്. ഓക്കെ, ബൾബ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബൾബ് ഇങ്ങനെ മലയാളം പടത്തിലുള്ള താന്നൊക്കെ വരക്കുന്ന പോലത്തെ. ഓക്കെ, അമ്മീറ്റർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? കറണ്ട് മെഷർ ചെയ്യുന്ന ആളാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയാം. കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ അമ്മീറ്റർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു വട്ടത്തിൽ എ. ഓക്കെ, വോൾട്ട് മീറ്ററോ? വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വട്ടത്തിൽ വി വരക്കും, വോൾട്ട് മീറ്റർ. ഓക്കെ, സോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവാ. ഓക്കെ, കപ്പാസിറ്ററിന്റെ ചിഹ്നം മറക്കാൻ പാടില്ല, നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിനെ പറ്റിയാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ല നമ്മളിവിടെ കറണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ഫ്ലോ ഓഫ് ചാർജസ് നടക്കണം. നമ്മൾ ഈ കാണുന്ന കറണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് നടക്കണം. ഇതുവരെ സ്റ്റാറ്റിക് ഒരു സ്ഥലത്ത് നിൽക്കുന്ന കറണ്ടിനെ പറ്റി അല്ലെങ്കിൽ ചാർജസിനെ പറ്റി നമ്മൾ പറഞ്ഞേ. സോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടും. അതിനെയാണ് നമ്മളിവിടെ കറണ്ട്, നമ്മളെ ലൈറ്റൊക്കെ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ഇതുവരെ പഠിച്ചത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രിക് കറണ്ടിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ സ്കൂളിൽ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കണ്ടക്ടർ കൂടെ ഇലക്ട്രിക് കറണ്ട് പോയാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ഇലക്ട്രിക് കറണ്ട് പോയാൽ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ദ ഡിവൈസ് ദാറ്റ് ഡു നോട്ട് മേക്ക് യൂസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. വൈദ്യുതകാന്തം ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത ഉപകരണം. ഓക്കെ, ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് മോട്ടോർ, സേഫ്റ്റി ഫ്യൂസ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് വേറൊരു ആൾക്കാരെ മാഗ്നറ്റ് ആക്കുന്ന മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ മാഗ്നറ്റ് ആക്കിയ ആളെ നമ്മൾ വിളിക്കും ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റ്സ് നമ്മളെ മിക്കവാറും ഡിവൈസസിലൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാ ഡിവൈസസിലും ഉണ്ട്. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് മോട്ടോറിലെല്ലാം ഉണ്ട്. ഇല്ലാത്ത ആള് ഇലക്ട്രിക് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് എന്താണ്? സേഫ്റ്റി ഫ്യൂസ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്യൂസ് എന്നൊക്കെ അല്ലെ. നിങ്ങളെ വീട്ടിലോട്ട് വരേണ്ട കറണ്ടിൽ അധികം കറണ്ട് വന്നാൽ നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ടക്ടർ ചൂടാവും. ഓക്കെ, ചൂടാവും. സോ നമ്മൾ കൂടുതൽ കറണ്ട് വന്നാൽ നമ്മളെ ഡിവൈസസ് ഒക്കെ അടിച്ചു പോകും. സോ കൂടുതൽ കറണ്ട് വരുന്നതിന് മുന്നേ നമുക്ക് വേണ്ട കറണ്ടിൽ അധികം വന്നാൽ നമ്മളെ വീട്ടിലോട്ട് കറണ്ട് വരുന്നതിന് മുന്നേ ഒരു ഫ്യൂസ് ഉണ്ടാവും. ആ ഫ്യൂസ് അങ്ങ് അടിച്ചു പോകും. സോ ഫ്യൂസേ അടിച്ചു പോകുള്ളൂ. നമ്മളെ ഇലക്ട്രിക് സർക്യൂട്ടും നമ്മുടെ ഡിവൈസസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളെ സേഫ്റ്റി ഫ്യൂസിലെ ഇലക്ട്രിക് എനർജിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രിക് എനർജി താപം ഉണ്ടാക്കും, ഹീറ്റ് ഉണ്ടാക്കും, കൂടാതെ മാഗ്നറ്റിസം കാന്തികത ഉണ്ടാക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫ്യൂസിൽ യൂസ് ചെയ്യുന്നത് അതിന്റെ താപം ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ളിടത്തെല്ലാം മാഗ്നറ്റിക് എഫക്റ്റ് ആണ്, ഇലക്ട്രോമാഗ്നറ്റ്സ്. ഓക്കെ, സോ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിത് മനസ്സിലാക്കുക. ഇലക്ട്രിക് കറണ്ടിന് 2 എഫക്ട്സ് ഉണ്ട് മെയിനായിട്ട്. ഒന്ന് മാഗ്നറ്റിക് എഫക്റ്റും ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റും. സോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൽ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഓക്കെ, ഫ്യൂസിൽ നമുക്കറിയാം അത് നമ്മൾ സിമ്പിൾ ലോജിക് ആണ് അല്ലേ. ഫ്യൂസിലോട് കൂടുതൽ കറണ്ട് പോയാൽ അത് കരിഞ്ഞു പോവുക ചെയ്യാം, മെൽറ്റ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, താപം. ഓക്കെ, സോ നിങ്ങൾക്ക് മാഗ്നറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് എംപ്ലോയ്സ് ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇവയിൽ ഏതാണ് വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലത്തിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, ഫലം ഉണ്ടാകുന്ന താപഫലങ്ങളും കാന്തിക ഫലങ്ങളും ഉണ്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തു. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഹീറ്റിംഗ് എഫക്റ്റിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് നിങ്ങളെ ഫിലമെന്റ് ലാമ്പ്. ഓക്കെ, ഇത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇലക്ട്രിക് ഹീറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, കെറ്റിൽ പോലെ തന്നെ. ഓക്കെ, സോ ഇലക്ട്രിക് ബെല്ല് മാഗ്നറ്റിക് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ വർക്കിംഗ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാടാ, ഒരു കോയിലുണ്ട്, ആ കോയിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ടു. ഞാൻ പറഞ്ഞു കറണ്ട് കടത്തി വിട്ടാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാക്കും? നമ്മൾ ബെല്ല് ഈ എ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒരു മെറ്റൽ ആയിരിക്കും, മാഗ്നറ്റിലോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റിയ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഇയാൾ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ നമുക്കറിയാം മാഗ്നറ്റ് അട്രാക്ഷൻ നടക്കും. സോ ഇവിടെ എന്തുണ്ടാവും? ബെല്ലുണ്ടാവും. ഇത് കൊണ്ടുപോയി ഇതിൽ തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും. ടീം ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കുന്നു, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇയാൾ മാഗ്നറ്റ് ആവും. സോ ഇവിടെ കൊണ്ടുപോയി എന്തുണ്ടാവും? മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെ സൗണ്ട് ഉണ്ടാവും. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ നേരെ തിരിച്ചു വരും. സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു, ഓക്കെ, സൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ, സോ അതാണ് ഇലക്ട്രിക് ബെല്ല്. അവിടെ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹീറ്ററിലും കെറ്റിലും പിന്നെ നമ്മൾ ഫ്യൂസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫിലമെന്റ് ലാമ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇസ് യൂസ്ഡ് ഇൻ നൗഡേയ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡാഷ് ഇൻ ദ ഹൗസ് സർക്യൂട്ട്. ഓക്കെ, നമുക്ക് പറയുമ്പോൾ ഫ്യൂസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, അതിനും അതല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCB. ഓക്കെ, MCB ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഫ്യൂസിനേക്കാളും കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഫ്യൂസ് എന്താണ്? ഫ്യൂസ് ഇത് ചിലപ്പോൾ മെൽറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിനെ കറണ്ട് പാസ് ചെയ്ത് നമ്മളെ ഡിവൈസസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ MCB അങ്ങനെയല്ല. MCB ഇലക്ട്രിക് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ മാഗ്നറ്റിക് എഫക്റ്റും ഹീറ്റിംഗ് എഫക്റ്റും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. എനിവേ MCB ആണ് ഹീറ്റിംഗ്, നമ്മളെ ഫ്യൂസിനേക്കാളും ബെറ്റർ നിങ്ങൾ പഠിച്ചു നോക്കാം. ഓക്കെ, സോ MCB പെട്ടെന്ന് ഡ്രിപ്പ് ആവും. നിങ്ങൾ ഡ്രിപ്പ് ആവും മീൻസ് ആ കണക്ഷൻ പോവും. ഓക്കെ, എന്നിട്ട് കറണ്ട് കടത്തി വിടുന്നത് തടയും. ഓക്കെ, സോ ഫ്യൂസിനേക്കാളും ബെറ്റർ MCB ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഓക്കെ, MCB ഫ്യൂസിന്റെ അതുപോലത്തെ ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂസ് അല്ലേ, ഇതുപോലത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾക്ക് MCBക്കും. ഓക്കെ, കൂടുതൽ കറണ്ട് കടത്തി വിട്ടാൽ ഡ്രിപ്പ് ആവാം. എന്നിട്ട് നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഡ്രിപ്പ് ആയി എന്നൊക്കെ നിങ്ങളെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ഇനി ഫ്യൂസിന്റെയും MCBന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്തുണ്ടാവും? നമ്മളെ കൂടുതൽ കറണ്ട് പാസ് ചെയ്താൽ ഒന്ന് താഴോട്ട് വലിയും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പൊക്കി കൊടുത്താൽ മതി. സോ അവിടെ ഇനി ഫ്യൂസ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് നിങ്ങൾ അത് കാര്യം, മെൽറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ മാറ്റണം, കുറേ ബുദ്ധിമുട്ടാവും അല്ലേ. സോ എനിവേ ഇത് ഇപ്പോഴും ട്രാൻസ്ഫോമറിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് അപകടമാണ്, നമ്മളോട് പോരുതെന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, സോ ഫ്യൂസും MCBയും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ട്രിസിറ്റി നമ്മളെ ലൈറ്റ്നിങ്. ഓക്കെ, ലൈറ്റിംഗ് നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ വഴി മേഘത്തിൽ എന്തുണ്ടാവും? ചാർജ് ഫോം ചെയ്യും. ഓക്കെ, നമുക്കറിയാം മുകളിൽ ഓക്കെ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ക്ലൗഡ്സ്, കുറേ വാട്ടർ വേപ്പേഴ്സ്, കുറേ കറൻസ്. ഓക്കെ, പിന്നെയോ ഈ വായു ഒക്കെ നമ്മളെ അറ്റ്മോസ്ഫിയറായിട്ടൊക്കെ പരസ്പരം റബ്ബ് ചെയ്തിട്ട് ഇവിടെ ചാർജ്ഡ് ആവും. സോ ഇവിടെ ഹൈ ചാർജ് ഉണ്ടാവില്ലേ, ഹൈ ചാർജിൽ ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ്ലി നമ്മൾ ഗ്രൗണ്ടിൽ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ ചാർജസ് നമ്മൾ ഉണ്ടാവും, കണ്ടക്ഷൻ നടക്കും. ഓക്കെ, എയറിലൂടെ കണ്ടക്ഷൻ നടക്കും. അങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നതൊക്കെ നമ്മളെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ട്. സോ ആ ഭാഗം നിങ്ങളൊന്ന് ലൈറ്റ്നിങ്ങിൻ്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, പ്രോസസ്സ് ഞാൻ പറഞ്ഞ പ്രോസസ്സാണ്, പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. ഓക്കെ, ഇൻഡക്ഷൻ വഴി മേഘത്തിൽ ഒരു ചാർജ് ഉണ്ടാകുന്നു. മേഘത്തിൽ ചാർജ് ഉണ്ടായാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് നമ്മളെ ഗ്രൗണ്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ചാർജസിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജ് കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് നമ്മളെ ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു പ്രൂവ്ഡ് ദാറ്റ് ലൈറ്റിംഗ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി? മിന്നൽ വൈദ്യുതി പ്രവാഹമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഉള്ളത് മൈക്കൽ ഫാരഡെ, തെയിൽസ്, ഫ്രാങ്ക്ലിൻ ഗിൽബർട്ട്. ഓക്കെ, ഇതിലേതാണ് നിങ്ങൾ ആൻസർ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഫിസിക്സിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി കൈൻഡ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നില്ല, ഇതെല്ലാം 10ാം ക്ലാസ്സിലാണ് കൂടുതൽ പഠിക്കുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ NMSക്ക് പോകരുത്. നിങ്ങൾ ഏത് വീഡിയോ കണ്ടാലും ടെക്സ്റ്റ് ബുക്ക് മസ്റ്റാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് മാക്സിമം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചാൽ പെർഫെക്റ്റ്. സോ എല്ലാവർക്കും NMSC കിട്ടട്ടെ. എല്ലാവരും പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.